നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എത്തുന്നതോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടതും എന്നൊക്കെയുള്ളതാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും വീഡിയോയിൽ പറയാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷൻ 24-25 ഷെഡ്യൂളാണിത്. ഇതനുസരിച്ച് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് 29th ആണ്. അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എത്തിയിട്ടുണ്ട്. നമുക്ക് അഡ്മിഷൻ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പേ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കാം. 2-ാം തീയതി വരെയാണ് നമുക്ക് അഡ്മിഷൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കുറച്ച് എമൗണ്ട് മാത്രമാണുള്ളത്. ബാക്കി നമ്മൾ കോളേജുകളിൽ അഡ്മിഷൻ എത്തുമ്പോഴാണ് കൊടുക്കേണ്ടത്. അഡ്മിഷൻ ഡേറ്റ് വരുന്നത് 1ഉം 2ഉമാണ് ഫെബ്രുവരി. അപ്പം നമുക്ക് അത് ഒരു ദിവസം കൂടി റിസർവ് ഡേയിലേക്ക് വയ്ക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 5-ാം തീയതി തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിനോടനുബന്ധിച്ച് വരുന്ന അഡ്മിഷൻ ഫീസ് പേയ്മെൻറ്റ് 9-ാം തീയതി വരെ ചെയ്യാൻ കഴിയും. 8-ാം തീയതി നമുക്ക് കോളേജ് ജോയിനിങ്ങിന് സമയമുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ 8ഉം 9ഉം നമ്മൾ കോളേജ് ജോയിനിങ്ങിനും അതിലൊരു ദിവസം കൂടി റിസർവ് തരുന്നുണ്ട് 10-ാം തീയതി വരെ. ഇനി ക്ലാസ് തുടങ്ങുന്നത് 15-ാം തീയതി ആണെന്ന് നമുക്ക് ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ആയിരിക്കും നടക്കാനായിട്ട് യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്താണ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ബാക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിലേക്കായി അപേക്ഷാ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു 1500-നകത്തുള്ളൊരു എമൗണ്ടാണ്. അത് അവരവരുടെ പ്രൊഫൈലിനകത്ത് 1300 സംതിങ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇത്തവണയോ അതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാൻ കഴിയൂ. ഓൺലൈനായിട്ട് കാർഡ് ഉപയോഗിച്ചൊക്കെ പേ ചെയ്തതിന് ശേഷം അതിന് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ പേയ്മെൻറ്റ് രസീതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേയ്മെൻറ്റ് രസീതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫീസിൻ്റെ പേയ്മെൻറ്റ് റെസിപ്റ്റും ഒക്കെ സൂക്ഷിക്കണം. നമ്മളിങ്ങനെ ഒരു എമൗണ്ട് ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരവരുടെ പ്രൊഫൈലിൽ അവരവർക്ക് അലോട്ട് മെമ്മോയുടെ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ അലോട്ട് മെമ്മോയാണ് നമ്മൾ അതിനകത്താണ് ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, ഏത് കാറ്റഗറിയാണ്, ഏത് തീയതിയിലാണ് നമുക്ക് അഡ്മിഷൻ അലോട്ട് ചെയ്തേക്കുന്നത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉൾപ്പെടെ അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ TC ആയാലും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രിക്ക് ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലാത്തവരാണെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ PGയുടെ വെയിറ്റേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ PGയുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള, കാരണം മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് PGയുടെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ പലപ്പോഴും അഡ്മിഷനോടനുബന്ധിച്ചുള്ള വീഡിയോകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PG ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ ഒക്കെ തന്നെ ഇപ്പോൾ PG ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു വെയിറ്റേജ് അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത് എന്ന്. എന്നിട്ടും മനഃപൂർവ്വം അങ്ങനെ ചെയ്തവരൊക്കെ തന്നെ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ കോളേജുകളിൽ നിന്ന് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ടൊക്കെ പോകാനുള്ളൊരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കോളേജ് പ്രിൻസിപ്പലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ എത്തുന്ന കോളേജിൽ ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോളേജ് അധികൃതരെ അറിയിക്കേണ്ടതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. PGയുടെ വെയിറ്റേജിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള വെയിറ്റേജിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പലരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ
നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത് സൗകര്യപ്രദമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഫീസ് അടയ്ക്കുന്ന കാര്യവും അതുപോലെ തന്നെ കോളേജിൽ ഹാജരാകുന്ന കാര്യവും കൃത്യമായിട്ട് ചെയ്യണം. ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്കി വെയിറ്റിങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഫീസ് അടച്ചാൽ മാത്രം പോരാ, കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കോളേജ് തലം വഴി ഓൺലൈനായിട്ട് അത് മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് കോളേജിലേക്കാണോ അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് ആ കോളേജിൽ ഹാജരായി നിങ്ങൾ അവിടെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾ ഇപ്പോൾ ആ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അടുത്ത ഒരു ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അവിടെ അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റിൽ വീണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജിലേക്ക് കിട്ടിയില്ല എങ്കിൽ ഈ കോളേജിലെങ്കിലും തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ചാൽ മാത്രം പോരാ, കോളേജിൽ അധികൃതരെ ഇത് അറിയിക്കുകയും ചെയ്ത് നേരിട്ട് അറിയിക്കുന്നതായിരിക്കും നല്ലത്. അറിയിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുക. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ, അഡ്മിഷൻ എടുത്തവരാണ്, അവിടെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ വേറൊരു കോളേജിലേക്ക് അലോട്ട് ചെയ്ത് പോവും, ഹയർ ഓപ്ഷനിലുള്ളതിലേക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ഈ ആദ്യം ജോയിൻ ചെയ്ത കോളേജിലേക്ക് തിരിച്ച് വരാനും സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കുട്ടികൾ ചെയ്യാനായിട്ടുള്ളത്. ഇനി അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്യാൻസൽ ചെയ്യാം. ജൂലൈ 4 മുമ്പ് എല്ലാം അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ അടുത്ത ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഫസ്റ്റ് കിട്ടുന്ന കോളേജിൽ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സെക്കൻഡ് ഒരു അലോട്ട്മെൻ്റ് എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ സീറ്റുകളിലേക്ക് മാത്രം വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം കിട്ടുന്ന കോളേജ് ഒട്ടും കംഫർട്ടബിൾ അല്ല എങ്കിൽ മാത്രം ഒരു ഹയർ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം കൂടി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ആ ഇൻഡെക്സ് മാർക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കിട്ടാൻ ചാൻസ് എന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം ട്രയലിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തുക. എഡിറ്റ് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിരിക്കുന്നത് 1-ാം തീയതി 3 മണി വരെയാണ്. അപ്പോൾ ആ സമയം ഒന്ന് ഓർത്തുകൊള്ളുക. സാധാരണ നമ്മൾ 5 മണി വരെയോ അല്ലെങ്കിൽ രാത്രി 12 മണി വരെയൊക്കെ പ്രതീക്ഷിക്കും. ഉച്ചയ്ക്ക് 3 മണി വരെ മാത്രമേ നമുക്ക് അതിന് എഡിറ്റ് വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രയലിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നെങ്കിലോ അല്ലെങ്കിൽ നേരത്തെയുള്ള ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തായി അലോട്ട്മെൻറ്റ് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റുകൾ വീഡിയോയിൽ ഉണ്ടാവും. ഏവരും കാത്തിരിക്കുക. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.